ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് അറിയാലോ, നല്ല വലിപ്പുള്ള ചെമ്മീനാണ്. 23.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ചെമ്മീൻ പുഴുങ്ങിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ വിചാരിച്ചത്. ഒരാൾക്ക് ഇപ്പം എന്തോരം പാചകങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ തിന്നാൻ നല്ല രസാട്ടാ. നമ്മൾ നോണ പറയില്ല. ഇത് എത്ര വിലയാന്നറിയോ എന്ന് പറഞ്ഞിട്ട് പറയാ. ഇതിപ്പോ കഴിച്ചു കഴിയുമ്പോ കാശ് കൊടുക്കാൻ വേണ്ടിട്ടാണോ? നമ്മുടെ വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് നമ്മുടെ അടിപൊളി ചെമ്മീൻ്റെ ഇത് കേട്ടാ. വെറുതെ ചോറ് തിന്നാൻ പറ്റും. നമുക്ക് മലപ്പുറത്തുനിന്ന് മീൻ കൊണ്ടുവന്നപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നു. ആ ചെമ്മീൻ നമുക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യമായിട്ട് അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കുകയാണ്. അടിപൊളി എല്ലാവരും വിചാരിച്ച് അലീക്ക മലപ്പുറമാണ് നമുക്ക് തന്നിരുന്നത്. അലീക്കല്ല, വേറെ ആളാണ്. ആൾക്ക് പേര് പറയാൻ ആഗ്രഹമില്ല. അപ്പോൾ ഈ വീഡിയോയിലും പറയുന്നുണ്ട്, ഞങ്ങളോടല്ല കേട്ടോ, ഒരാൾ കമന്റ് ഇട്ടിട്ടാണ്, ഞങ്ങളോടല്ല, ഇത് കൊണ്ടുവന്ന ആളോടാണ് പറയുന്നത്. കുറേ അശരണരും അഗതികളും ഉണ്ട്. അവർക്ക് നമ്മളിപ്പോ ചെമ്മീൻ വാങ്ങിക്കാൻ കഴിവില്ലാത്തവരല്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതൊന്നും വാങ്ങാൻ കഴിവില്ലാത്ത കുറെ പേര് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്ക് ഇത് കൊടുത്ത ഉപകാരമാവുന്നു പറയുന്നുണ്ട്. ഇത് വെറുതെ യൂട്യൂബിൽ നമ്മൾ യൂട്യൂബേഴ്സായ നമുക്ക് അവർക്ക് അങ്ങനെ, അതായത് ഇതൊന്നും ഇല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് കൊടുക്കാണ്ട് ഈ സാധനം നമുക്ക് കൊണ്ടുവന്ന് തന്നത് യൂട്യൂബർ അല്ലേ. അപ്പൊ നമ്മൾക്ക് തരുമ്പോ ആൾക്ക് അതിലൂടെ പേരും പ്രശസ്തി കിട്ടും വിചാരിച്ചിട്ടാണെന്ന്. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ആളെ കാണിക്കും, ആളെ പേരും പറയും. ആൾക്ക് പേരും പറയുന്നത് രസകരമായ കാര്യം, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ പെട്ടി പൊട്ടിക്കുമ്പോ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അവര് ജഗ്ഗുവിന്റെ പിന്നിൽ ആള് നിന്നു. ആളെ എത്ര വിളിച്ചിട്ട് ആള് വന്നില്ല, വരാൻ സമ്മതിച്ചില്ല. എവിടെയാണ് സ്ഥലം എന്നാളുടെ പേര് വരെ പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് അത്രയ്ക്ക് പോലും ഇഷ്ടമില്ല. പിന്നെ ആള് അത്ര അധികം ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അതാ ഞാൻ മറ്റേ കമന്റ് വായനയിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയില്ല ആളുകള് ഇത് പരസ്യപ്പെടുത്തുന്നവര് മാത്രമേ കൊടുക്കണുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെയല്ല. ഇത് നമ്മൾ കൊടുക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, വേറെ ആളുകൾ അറിയണ്ടെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവരാവും കൂടുതല്. ഇത് പരസ്യപ്പെടുത്തി 4 ആൾക്കാരെ അറിയിച്ചു കൊടുക്കണം എന്നുള്ളവരുണ്ടാവും. അവര് ഞങ്ങളിങ്ങനെ ഭയങ്കര ചാരിറ്റി ചെയ്യുന്നവരാണ്, ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒരു കാരണം പറയണത് എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കണതല്ല. കാണുന്ന പലർക്കും ഇത് കണ്ടിട്ട് ഒരു പ്രചോദനമാവും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നിക്കും, അതിന് വേണ്ടിയിട്ടൊക്കെയാന്ന് പറയും. പക്ഷെ അത് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം. പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ല. കുറേ പേരുണ്ടാവും അങ്ങനെ ഇഷ്ടമില്ലാത്തതല്ല, കൊടുക്കണത് മറ്റുള്ളവർ അറിയണത് ഇഷ്ടമില്ലാത്തവർ കുറേ പേര്. അതിൽ പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ അടുത്തേക്ക് മീൻ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ബിരിയാണി കുറേ ബിരിയാണികൾ, അതായത് നമ്മളിട്ടുണ്ട്, കുറേ പേരിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചെമ്മീൻ ബിരിയാണി സെലക്ട് ചെയ്യണം. നമ്മളിട്ട് തന്നെ വീണ്ടും കാണിക്കേണ്ട വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വന്നപ്പോൾ കണ്ണൂർ ചെമ്മീൻ ബിരിയാണി, കണ്ണൂര് ആ ഭാഗത്ത് ബിരിയാണിക്കൊക്കെ വളരെ അവിടുത്തെ ടേസ്റ്റ് ഒരു അല്ലേ. തലശ്ശേരി ബിരിയാണിയിലും കണ്ണൂർ ചെമ്മീൻ ബിരിയാണിയിലും അത് 29 ലക്ഷം പേര്. അപ്പൊ നമ്മളതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. കമന്റ്സ് ആണ് ഞാൻ ആദ്യം നോക്കിയത്. കമന്റ്സ് നോക്കിയപ്പോ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു പെൺകുട്ടി എഴുതിയിട്ടുണ്ട്, ആള് അത് ഉണ്ടാക്കി കൊടുത്തപ്പോ ഭർത്താവ് പറഞ്ഞു, നീ ഇന്ന് വരെ ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിക്ക് അത്രയും സന്തോഷമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ്സ് മൊത്തം അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ആ ബിരിയാണി എടുക്കുന്നത്. ആ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചെറിയ മുദ്രകൾക്കൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മളിത് 600 ഗ്രാമോളം ചെമ്മീൻ എടുത്തു. നമ്മുടെ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നല്ല വലിപ്പുള്ള ചെമ്മീനാണ് കേട്ടാ. ഇതിൻ്റെ നടുവിലത്തെ ഇതിന്റെ മുകളില് ഞാൻ അതിൽ പറയണുണ്ടല്ലോ ഇതിനില്ലാന്ന്, പക്ഷെ നൂല് കറുത്ത നൂല് ഞങ്ങളത് പിന്നെ കളഞ്ഞു കേട്ടോ. അപ്പൊ മോൾ വശം പൊളിച്ച് ഇങ്ങനെ ഇവിടുന്ന് കാണാത്തതൊക്കെ ഞങ്ങൾ മോൾ പൊളിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തു കേട്ടാ. അപ്പൊ ഇനി തുടങ്ങാണ് നമ്മള്. ഇതെവിടെ എടുത്ത് വെച്ചു ഇട്ടാ ഞാൻ സാധനങ്ങൾ. ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇട്ടാ. ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ കണക്കാക്കാൻ പറ്റില്ല. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടാ. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കൂടുതൽ വേണം മല്ലിപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ. ഇനി ഉപ്പ് ഇട്ടാ, ആവശ്യത്തിന്. ഇതിനോട് ഉപ്പ് ഇടേണ്ട വരും, മതി. ഇനി അത് പരട്ടി വയ്ക്കുക. ഇതിൽ ശരിക്കും നമ്മളൊക്കെ ആക്കണേൽ ഇതേ സെയിം സാധനം മല്ലിപ്പൊടി ഇല്ലയെന്ന് മാത്രം. പക്ഷേ പരട്ടി വയ്ക്കണേൽ നമ്മൾ ചെറുനാരങ്ങ നീരും കൂടിയും
മല്ലിപ്പൊടി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യണതിൽ ഒരിക്കലും നമ്മൾ ചേർക്കാത്ത ഒരു സാധനം. ഇത് കൈ കൊണ്ട് വേണമെങ്കിൽ തരുമ്പോൾ ഞാൻ കൈ കൊണ്ട് നീ ആക്കുന്നില്ല. നന്നായി പറ്റി വയ്ക്കുക, നല്ലതിൽ പറ്റി ഒരു അരമണിക്കൂർ വയ്ക്കുക കേട്ടാ. അരമണിക്കൂർ വയ്ക്കണം കേട്ടാ. കാണൂ, അതേന്നോടാ കുഴപ്പമില്ല. നമ്മളപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചു. ഇതിൽ തന്നെ ചെമ്മീൻ വറക്കാം കേട്ടാ. ചെമ്മീൻ ആദ്യം വറക്കണം. പിന്നെ സൺഫ്ലവർ ഓയില്, ഡാൾഡ അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കില്ല. വെളിച്ചെണ്ണയും നെയ്യ് എടുത്തിട്ടുണ്ടോ? നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 23.5 മിനിറ്റ് ആയിട്ടുള്ളൂ, 30 മിനിറ്റ് ആയിട്ടില്ല കേട്ടാ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എടുത്തു. നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാനാണ് പറഞ്ഞത്. 8 ടേബിൾ സ്പൂൺ കേട്ടോ. 600 ഗ്രാം ചെമ്മീനിലേക്ക് 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്തിരി കൂടുതൽ വേണം, എന്നാലും ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് തന്നെ കോഴി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ കണ്ണൂർ, തലശ്ശേരി ഇത്യാദി പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് എനിക്ക് ഈ ബിരിയാണികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് കുറേ കാലങ്ങളായി വിചാരിക്കുന്നു. പരത്തി വെക്കുമ്പോഴേ ഒരു കുഴമ്പ് പോലെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ചേർക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഈ മീനുമ നനവുണ്ടല്ലോ, പിന്നെ ഇതിന് വെള്ളം ചേർക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചൂടായി തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിങ്ങനെ പരന്ന പാത്രമല്ലേ നല്ലത്. ഇതിൽ കുറേ ഏരിയ കൊള്ളും തരുതാ. നീ വിചാരിക്കുന്ന പോലെ നല്ല ഇത് നല്ല വലിപ്പമാണ്. 2 വട്ടമായിട്ട് എങ്ങനെയും വറക്കേണ്ടി വരും. ഭയങ്കരമായിട്ട് വറക്കാൻ പറഞ്ഞിട്ടാ? സാധാരണ പോലെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ കണ്ടമാനം മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോലെ റബ്ബർ പോലെയോ സോഫ്റ്റ് ആയിട്ടിരിക്കണല്ലോ കഴിക്കാൻ ടേസ്റ്റ്. നമ്മളിത് ടേസ്റ്റിൽ വെക്കും അത്ര തന്നെ. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ 2 വട്ടമായിട്ട് നമുക്ക് വറക്കാട്ടാ. അല്ല ഇത് ഇതിൻ്റെ വെപ്പിൻ്റെ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന്, അല്ലാണ്ട് നമ്മുടെ കുഴപ്പങ്ങൾ കൊണ്ട് ഇതാവില്ലെന്ന്. അപ്പോൾ ആവട്ടെ, ഞാൻ വേറെ രീതിയിൽ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചേട്ടാ. അത് സ്ഥിരല്ലേ? അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ രീതിയിൽ വെക്കാന്ന് വിചാരിച്ചു. സംഭവം വറുത്ത് കോരി വെക്കണു, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി മാറ്റി വെക്കണു, അതിലിത് വറക്കുന്നു. അത് കഴിയുമ്പോ ഞാൻ അങ്ങനെയല്ല, ചെമ്മീൻ പുഴുങ്ങിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ വിചാരിച്ചത്. ഭാഗ്യം അത് കണ്ടത്. ചെമ്മീനെ പുഴുങ്ങി നശിപ്പിച്ചാണ്. നമ്മൾ വെക്കുന്നത് മോശാവില്ല, നമ്മൾ അത്രയും പഠനം നടത്തിയിട്ട് നമ്മൾ വയ്ക്കുള്ളൂ. ഞാൻ വേറെ വല്ല ചില സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ കുഴപ്പമുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് വേറെ കാര്യം. കുഴപ്പമുണ്ടെന്ന് പറയാറില്ല. വേറെ വല്ല സാധനങ്ങൾ വയ്ക്കുമ്പോൾ കുഴപ്പമുള്ള സാധനം എന്തൊരു പറഞ്ഞപ്പോ എനിക്ക് ചേട്ടാ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന്. അതൊക്കെ സ്വാഭാവികം, അതെല്ലാവരും പാചകം. ഇപ്പം ഒരാൾക്ക് ഇപ്പം എന്തോരം പാചകങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു 50 എണ്ണം 100 എണ്ണം മാക്സിമം. അതിലപ്പുറം കഴിഞ്ഞ് എന്തൊരു ചെയ്യുക? നമ്മൾ വേറെ ആളുകളൊക്കെ പറയുന്നതും കേട്ടും ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ ഫ്ലോപ്പായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല, അത് ചിലപ്പോൾ പരാജയപ്പെടും. നമ്മൾ 10,800ഓളം പാചക വീടുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെയല്ല, തീന്ന് കുറയ്ക്കാമല്ലോ തരുതേ. തീന്ന് ചെറിയ തീയിലിട്ടിട്ടാവട്ടെ. മറിച്ചിടണമെന്ന്. ദൈവമേ, ഇത് ഇല്ല, അടി പിടിക്കില്ലേ? മറിച്ചിടാറായി ആയിട്ടില്ല, മറിച്ചിടാറായിട്ടില്ല. മറിച്ചിടാൻ തരുതേ. ഇത് ഭയങ്കര ഘനഗംഭീരമായ ചെമ്മീനുകളാണ്. നമ്മുടെ ഫസ്റ്റ് ഘട്ടം ചെമ്മീൻ വറുത്ത് കോരുന്നു നമ്മൾ. സരിത പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഓയില് ശരിക്കും ഇതായിട്ടില്ല. ഓയില് വാന്നിട്ടില്ല, എണ്ണേ വെളിച്ചെണ്ണ. അവിടേക്ക് അടുത്ത് കൂടി വയ്ക്കട്ടെ. രണ്ടാം ഘട്ടം ചെമ്മീനോട് എന്തിട്ടൊക്കെ ചേട്ടൻ ഉണ്ടാക്കാൻ പോണേ? ചെമ്മീൻ നിർവാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിൽ ജോസഫ് എന്നിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരു ചെമ്മീൻ നിർവാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു. നിർവാണ എന്ന് പറയുന്ന സാധനം ഷെഫ് പിള്ളയുടെ കണ്ടുപിടുത്തല്ലേ? മറ്റേ അല്ല, ഇത് ബേസിൽ ജോസഫിന്റെ ഒരാൾ പറഞ്ഞിട്ടില്ല. ഞാൻ അത് ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പലതരത്തിൽ.
അപ്പോൾ ഇതുകൂടി വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പരിപാടിയിൽ തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് സരിതനെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നിൻ കണ്ണിലെൻ്റെ കൊമ്പു കൊണ്ടതെങ്ങനാണ്? മയക്കുന്ന മയിൽ പീലി മിഴിണകൾ മന്മഥന്റെ മലരമ്പിൻ ആവനാഴികൾ മന്ദഹാസമഴയിൽ ഞാൻ നനഞ്ഞുവല്ലോ നിന്റെ മനസ്സെന്ന പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? ഈ പാട്ടേ ഇവിടെ നിന്നിട്ട് തന്നെ സരിത പാടിയോണത്, ഇവിടെ നിന്നിട്ട് തന്നെ പാടിയോണത്. മുന്നു പാടിയുണ്ട്. അതിങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് വേടിയിരിക്കണത്. അതിൻ്റെ രസം തരാഞ്ചിനിയില്ലേ. ആ പാട്ട് എൻ്റെ കാര്യം പറയുമ്പോൾ എറണാകുളമാണോ തൃശ്ശൂരാണ് വലുതെന്ന് പറഞ്ഞ് പണ്ട് തൃശ്ശൂർ നമ്മൾ പണ്ട് കാലത്ത് ബിൽഡിങ്ങുകളുടെ ഉയരമാണല്ലോ ഒരു നഗരത്തിൻ്റെ മാനദണ്ഡം. ആ ഇപ്പം ഇന്നലെ മിനിഞ്ഞാണ്ട് തൃശ്ശൂർ വലിയൊരു ഫ്ലാറ്റ് പണിയുണ്ടല്ലോ ജോയ് ആലുക്കാസിൻ്റെ 50 നിലയാണ്, അങ്ങോട്ട് 190 മീറ്റർ, അങ്ങോട്ട് 190 അടിയാണ് എന്നിട്ട് ഉയരത്തിലുള്ള. അപ്പോൾ അത്രയും ഉയരമുള്ളത് എറണാകുളത്തില്ലാന്ന്. കോഴിക്കോടുകളുണ്ട്, അല്ല കോഴിക്കോടുകളിലല്ല, കോഴിക്കോട് കുറേ എണ്ണം ഉണ്ടെന്നുണ്ട്. അല്ല ഈ പാട്ട് തന്നെ പാടിയെന്ന് സരിത. ആ അപ്പം എനിക്ക് ഓർമ്മ വന്നു. ഇതുകൂടി മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി നല്ല പാട്ട് നല്ല രസം കേട്ടോ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകുമാരൻ തമ്പി, ബാബുരാജ്, എന്ത് രസകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം. അതെനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ മുന്നേ പാടിയിട്ടുള്ളതാണ്. ഈ പാട്ട് പാടാൻ പറഞ്ഞ എന്നോട് ഇപ്പോഴേ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ പാടിയിട്ടുള്ളതാണ് മുന്നേ വീഡിയോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇവിടെ തന്നെ നിന്നിട്ടാണ് ഞാൻ പാടിയിരിക്കണേന്ന് പറഞ്ഞപ്പോൾ ചേട്ടനത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ പാടിയപ്പോൾ ഓർമ്മ വന്നു. എന്ത് രസമായി പാട്ട് കേൾക്കാനറിയോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ഞാൻ പാടുമ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യേണ്ടത് ചേട്ടനായിരുന്നു. അത് നിതിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു തെറ്റായിരുന്നു. കാരണം ഞാൻ പാട്ട് പാടുന്ന വീഡിയോകളിൽ വരുന്ന മെയിൻ കമൻറ്റ് എന്തിട്ടെന്നറിയോ, പാട്ട് നന്നായിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അജുവേട്ടൻ അത് ആസ്വദിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ചേട്ടനെ കാണിച്ചില്ലല്ലോ. നീ കാണിച്ചില്ലല്ലോ. കാണിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ കാണിച്ചു തരാം. കുറച്ചു നേരം ഇങ്ങനെ നല്ല ഭയങ്കര രസം കേൾക്കാൻ. ചേട്ടൻ വീഡിയോ എടുക്കാത്തപ്പോ ഇവിടെ നടക്കുമ്പോഴൊക്കെ അത് പാടൂട്ടാ. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ അത്ര കോൺഫിഡൻ്റ് അല്ല പാടുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷുകാരനോ ഒരു ജർമ്മനോ ഫ്രഞ്ചോ ആരെങ്കിലും വന്നോ ചേട്ടൻ ആ ഭാഷയിൽ അവരോട് സംസാരിച്ചോളും. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അറിയാത്ത ഭാഷയൊക്കെ സംസാരിച്ചോളും. പക്ഷെ പാട്ട് പാടാൻ എന്താണാവോ ചേട്ടനൊരു ശരിയാക്കി വെക്കണം. എന്നില്ലേ നമ്മുടെ ചെമ്മീൻ സരിതര പാട്ട് കഴിഞ്ഞോടി 2ാം ഘട്ടം സെറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് കിടക്കാം. ഇതിങ്ങനെ തിന്നാൻ നല്ല രസമാട്ടാ. നല്ല 2 നമ്മൾ നോണ പറയില്ല, 2 തിന്നു തന്നെ പറയുന്നു, അഭിമാനത്തോടെ പറയുന്നു. അധികം അതുകൊണ്ട് ചേട്ടനല്ലാതെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചല്ല കൊണ്ടുവന്നോളൂ. ഇത് ഇഷ്ടം പോയിട്ട് 600 ഗ്രാം ഉണ്ട് കറക്റ്റ്. അതിന് ചേട്ടൻ 2 തിന്നില്ലേ 600 ഗ്രാമിന്ന്? 2 അതിനുള്ള കുറച്ച് മിളകും ഉപ്പൊക്കെ എടുത്ത് കൂടുതലിടാല്ലേ. നീ വെളിച്ചെണ്ണ ഇതിലേക്ക് തന്നെ 3 സബോള കേട്ടാ അരിഞ്ഞത് ഇടുന്നു. 600 ഗ്രാമേ കുറഞ്ഞതിന് പകരം ഉപ്പും മിളകും കൂടുതലിടാന്ന്. എന്താന്ന് നോക്കിയാലേ ഇങ്ങനത്തെ ബുദ്ധി വേറെ വല്ലവർക്കും ഉണ്ടാവോ?
വെളിച്ചെണ്ണ അധികം ഇല്ലല്ലോ? ഇല്ലേ വെളിച്ചെണ്ണ കറക്റ്റ്. അത് വന്നോളും ഇതിങ്ങനെ ഇളക്കുമ്പോൾ. ഞാൻ ഇളക്കണ ഒരു മിനിറ്റ് കായ്ക്ക് പിടിക്കാനുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ. എന്തായാലും ചൂടാ? ഇല്ല ചൂടില്ല. പിന്നെ എന്തിനാ പിടിക്കണം? ഇതുകൊണ്ട് തന്നെ ഇളക്കിക്കോട്ടെ. മരക്കൈയിലുകൊണ്ട് ഇളക്കി കഴിഞ്ഞാലേ പിടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചു കൊണ്ടതേ നീളനരിയായിരുന്നു, ബസ്മതി റൈസായിരുന്നു വാങ്ങിച്ചു കൊണ്ടത്. അതുകൊണ്ടുണ്ടാക്കാം. അപ്പം ഞാൻ ഇത് ജീരകശാല അരി വാങ്ങിച്ചു, റോസ് ബ്രാൻഡിനാണ് വാങ്ങിച്ചു കൊണ്ടത്. ഇതിന് ഇത് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട് ചെറിയ അരികളൊക്കെ, പക്ഷെ ഞാൻ എടുത്തില്ലെന്ന് മാത്രം. വില പറഞ്ഞില്ലല്ലോ, എന്ത് പറ്റി? വില കുറേ പേര് പറയും വില പറയണമെന്ന് പറയും, കുറേ പേര് പറയും വില, കുറേ പേര് അപൂർവം ചിലർ പറയും വില പറയണ്ടെന്ന് പറയും. ഇതിന് എപ്പോഴാണെന്നറിയോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കഴിക്കാനിരിക്കുന്നുണ്ടാവും പുറത്തുനിന്ന്. അപ്പൊ അവര് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറയും ഇത് എത്ര വിലയാന്നറിയോ എന്ന് പറഞ്ഞിട്ട് പറയാ. നിഷ്കളങ്കമാണ്. അതെ, ചേട്ടൻ ഒന്നും വിചാരിച്ച് പറയണതല്ല. പക്ഷെ അവർക്ക് ഇതിപ്പോ കഴിച്ചു കഴിയുമ്പോ കാശ് കൊടുക്കാൻ വേണ്ടിട്ടാണോ ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോന് 270 രൂപ ആണ് വില. ഭയങ്കര വിലയാണ്. അപ്പോൾ ഈ അരിയുടെ ഇതുകൊണ്ട് തന്നെ വളരെ വില കുറവുണ്ട്. 110 മുതൽ എങ്ങനെയുണ്ട് വിലയുണ്ട് മുകളിലേക്ക്. പല 140, 170, 193 ഇങ്ങനെ പല വിലകളുടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും വില കൂടിയ ടൈപ്പാണ് വാങ്ങിച്ചത് കേട്ടോ. 3 കപ്പ് അരി നമുക്ക് എടുക്കാം. ഇത് കുതിർത്തൊന്നും വേണ്ട, നമുക്ക് 1 കപ്പ്. വില കൂടുന്തോറും ഈ അരിക്ക് എങ്ങനെയാണ്? 2, 3 കേട്ടോ. കഴുകിയിട്ടേ വാലാൻ വയ്ക്കണം. ഞാൻ കഴുകി കൊണ്ടുവരാം. ഇതിങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് ഒതുങ്ങിന്ന് കാണുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചത് വേണമെങ്കിൽ പേസ്റ്റ് അടിച്ചിട്ട് ചേർക്കാട്ടാ. ഇത് നല്ലോണം ഒന്ന് ചതച്ചതാണ്, അതിടണം. അരി വാലാൻ വയ്ക്കുന്നു കേട്ടോ. ഈ അരി തന്നെ വെള്ളയില്ല ശരി. അതിൻ്റെ അരിയുടെ പ്രത്യേകത ഉണ്ട്, ഒരു പപ്പട കളറല്ലേ അരി. അത് വില കൂടുതലിൻ്റെ അരിയാവും തോറും കളറിൽ വ്യത്യാസം വരും. പിന്നെ കണ്ട എന്തൊരു ചെറുതാന്നൊക്കെയേ. ഇതിന്റെ ചോറ് വെറുതെ തന്നെ ഒരു ബിരിയാണി ജീരകത്തിന്റെ ഒന്നും പറഞ്ഞില്ല. വളരെ ചെറിയ അരിയാണ് പറയായിരുന്നു. അതേ ഒരു മിനിറ്റ് മഴ വരുന്നതിന് മുമ്പ് കഴിക്കുക. അതൊന്നും പറയാൻ പറ്റില്ലേ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. മഴ ഇപ്പോൾ വേണമെങ്കിൽ പെയ്യാം. സബോള വാടിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ലേ? മഴക്കാലം അവിടെ നിന്ന് പൊന്തുണ്ടായിരുന്നു, ഇപ്പം കാണാനില്ലല്ലോ. ഇല്ല, അതേ മഴക്കാരുണ്ട്. നമുക്കിത് എടുത്തുകൊണ്ട് ഓടേണ്ടി വരുമെന്നാണ് എനിക്ക് പേടി. ഞാനൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴേ നിങ്ങൾക്ക് മാങ്കോടിച്ചിൻ്റെ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ദാഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് കൊണ്ടു വെള്ളം കുടിച്ചു. പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം എൻ്റെ ഷർട്ടും പെയ്യെ പോയി. അവരൊക്കെ വെള്ളം കളയാൻ പാടില്ലേ നമ്മൾ ഷർട്ടിൻ്റെ. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യം, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊരു ഭയങ്കര കുഴപ്പമില്ല. തുണ്ട് വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും വരാൻ പാടില്ല. അവർ വന്നത് തുടക്കലും പിടിക്കലും ഇതൊക്കെ ആയിട്ടായിരുന്നു എല്ലാവരും. അതിൻ്റെ അത്രയ്ക്ക് അങ്ങനെ ഇത് വന്നില്ല. നമുക്കിതൊന്നും അറിയില്ല. നല്ല രസമായിട്ടാണ് പാടുന്നത് അല്ല, ഭയങ്കര ഭംഗിയായി, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം കേട്ടോ കണ്ടിട്ട്. ഇതാണ് ചേട്ടൻ്റെ അടുത്ത് മറ്റാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ ഇതിന്റെ ഇത് മുഴുവൻ കളയുന്നു. അയ്യോ തുടക്കം ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ തൊട്ട് തുടങ്ങും അജു ഇതിന്റെ സസ്പെൻസ് കളയും. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. എന്നിട്ടാ വെച്ചാൽ നമുക്ക് ചില സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഓരോ ചേർത്ത് അതിങ്ങനെ ആയി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിന്റെ മണവും ഒക്കെ അടിക്കുമ്പോൾ തന്നെ തോന്നും ഇത് കൊള്ളാം. അത് ശരിയാ, ക്ഷമയോടുള്ള പാചകമാണ് കേട്ടത്. ധൃതി ഒന്നുമില്ല. നമുക്ക് അങ്ങനെ പാചകം ചെയ്യുമ്പോൾ അങ്ങനെ ധൃതി കാര്യങ്ങളൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ ധൃതി കൂടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇതൊക്കെ വരുന്ന ടൈമിൽ വെയിൽ അല്ല ഈ വെളിച്ചം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ധൃതി കൂടില്ല. അതാണ് എനിക്കുള്ളൊരു ധൃതിയുള്ളൂ, അല്ലാണ്ട് വേറെ ധൃതി ഒന്നുമില്ല. എന്തിനാണ് അങ്ങനെ ആ സമയത്ത് ധൃതി കൂട്ടണേ?
മനസ്സിൻ്റെ ഓരോ വ്യാകുല ചിന്തകളെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പ്രേമേട്ടൻ, ജയന്തേച്ചി, റിൻഡൻ, ശശിയേട്ടൻ ഒക്കെ അഭിനയിച്ച നാടകമായിരുന്നു NN പിള്ളയുടെ ലോട്ടറി. നല്ല രസമുള്ള നാടകമായിരുന്നു. ഭയങ്കര ലോട്ടറി എന്ന് പറഞ്ഞ നാടകം. നല്ല നന്നായി. ശശിയേട്ടൻ സൂപ്പറായിട്ടുണ്ട്. അതന്നെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അവിടെ പറയല്ല പഴയ കാമുകി നഷ്ടബോധത്തിൽ പോയിട്ടേ ഇവിടെ വന്നിട്ട് പാടുന്നതാണ്. അതിൻ്റെ ചോദിക്കുമ്പോൾ അത് ഭയങ്കര സീനാണ്. ഞാൻ ആ സീൻ എടുത്തു വെച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ കാണാം. അത് ഇതിൻ്റെ ഒപ്പം കേട്ടോ ശശിര. ഏത് പാട്ടാ പാട്ട്? പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. ആ പാട്ട് ഇട്ടാ. ആ പാട്ടിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ട് തരാം. അഴകിന്റെ ദേവതയായിരുന്നു അധരങ്ങളിൽ നയനങ്ങളിൽ അശ്വതി പൂകൾ പൂത്തിരുന്നു ലോകമായി ആത്മഭാവമായി ഓർമ്മയിലവളിന്നും ജീവിക്കും. പുഷ്പവുമായി ഇടുന്നു എന്റെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ആൾ ഒറ്റയ്ക്ക് ഭാര്യക്ക് ഓടിപ്പോയി. ഭാര്യ മരിച്ചു. രണ്ടാമത്തെ ഭാര്യ വേറെ ആളുടെ കൂടെ ഓടിപ്പോയി. ഇയാൾക്ക് പ്രായം ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അപ്പൊ ആ പെണ്ണ് ഓടിപ്പോയി. വേറൊരാളെ കൂടെ ബെസ്റ്റീരൊപ്പം ഓടിപ്പോയി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ട് 1962 എഴുതി നാടകമാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തേക്ക്. അപ്പോൾ ബെസ്റ്റീരൊപ്പം പോയി. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കാണ്. ഇയാൾക്ക് കൂട്ടായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ. അയാളെ എപ്പോഴും ഇയാളടുത്ത് വന്നിരിക്കുക. അയാളാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണതാണ്. ക്യാൻസർ ഉണ്ട് ഇയാൾക്ക്. വയറിന്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ട് ഇയാൾക്ക്. ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഭാര്യ അങ്ങനെ എന്തോ ഇയാളിട്ട് പോയത്. അങ്ങനെ ഇയാൾക്ക് ലോട്ടറി കിട്ടാണ്. ലോട്ടറി കിട്ടിയത് ഈ ഭാര്യ അറിഞ്ഞു. പിന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇയാൾ ലോട്ടറി കിട്ടിയ കാര്യം ലോട്ടറി കച്ചവടക്കാരൻ ഈ പത്രോസേട്ടന്റെ അടുത്ത് പറയാൻ വരുന്നതിന് മുന്നേ വരുന്ന വഴിക്ക് മെമ്പറിനെ കണ്ടു. മെമ്പറിനോട് പറഞ്ഞു. പക്ഷെ അത് ലോകം മുഴുവൻ അറിഞ്ഞു. ഈ പെണ്ണും അറിഞ്ഞു. ഇയാളെ ഓടിപ്പോയ ബസ്സിലൊപ്പം പോയ ഭാര്യയും അറിഞ്ഞു. ഭാര്യയുടെ അഭിനയിക്കുന്നത് ജയന്തിയാണ് കേട്ടാ. അതും വന്നു. എല്ലാവരും വന്നു. ആകെ തിക്കും തിരക്ക്. ഇവര് ഇവിടെ നല്ല രസമായിരുന്നു ആ സീന്. അത് കഴിഞ്ഞപ്പോ അത് വന്നിട്ട് പള്ളിയിലത്തെ അച്ഛൻ വന്നിട്ട് പറഞ്ഞ് പള്ളിക്ക് ഒരു കുറച്ച് സഹായം വേണം. ലോട്ടറി കിട്ടിയതല്ല, എല്ലാവർക്കും കാശ് വേണം. അപ്പം എന്താ ചെയ്യാ? അപ്പം എന്താ ഒരു മിനിറ്റ് കൂടികളൊക്കെ അതൊന്ന് അവസാനിപ്പിക്കട്ടെ. അപ്പം എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ചെയ്യാറില്ല. സമ്മാനം കിട്ടി ലോട്ടറി ടിക്കറ്റില്ലേ അതിന് കത്തിച്ചാൽ കളയും. അത് ഓടിയിട്ട് പിന്നെ ഇവിടെ ആരുമില്ല. എല്ലാവരും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഒപ്പമുള്ള ലോട്ടറിക്കാരൻ പറയാം എന്തിനാ അത് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. എന്റെ കുടുംബം ഭയങ്കര രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നേ. പക്ഷെ എന്നാലും സാരല്ലേ പോട്ടെ, ഞാൻ അപ്പൊ ഇയാൾ പറയുന്നത് ഞാൻ എവിടെ കത്തിച്ചു? എന്റെ ലോട്ടറി എന്റെ ലോട്ടറി ടിക്കറ്റ് സമ്മാനം കിട്ടിയ ലോട്ടറി ടിക്കറ്റ് അത്ര 10 കോടിയാണ് കിട്ടിയത്. അത് 25 കോടി അത് അതിലിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കിട്ടി. അപ്പോൾ നിൽക്കുന്നുണ്ട് ഒരു മിനിറ്റ് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ അവസാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന കണ്ടമാനം പേരുണ്ട് ഇവരെ ഫാമിലിയിൽ. ആരാ? ഈ ജയറാമിൻ്റെ അച്ഛൻ്റെ അടുത്ത് കാർന്നവർ. അയാൾക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാവരും ഇയാളെ മെക്കട്ടിക്ക് കയറി സ്വത്ത് പങ്കുവയ്ക്കണം മറ്റു പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. പക്ഷേ ഇയാൾക്ക് കുറേ കടങ്ങളുണ്ട്, ടാക്സ് അടച്ചിട്ടില്ലേ മറ്റേ ഇല്ല, അങ്ങനെ ജപ്തി ചെയ്യാൻ പോകണം മറിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ
ചോദിച്ചു വന്നവരൊക്കെ ബന്ധുക്കളൊക്കെ പോയി, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഇയാളെ പ്രയോഗിക്കുന്ന അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ആരാണ് യഥാർത്ഥ ആളുകൾ. അതെ, നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ നിൽക്കുന്ന ആളുകളിൽ ജയറാമും ദിവ്യോണിയും മാത്രമല്ലോ. അപ്പോൾ പറഞ്ഞു നമ്മളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലോട്ടറിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ്, ഈ കഥാനായകൻ്റെ ക്ലൈമാക്സ് എടുത്ത സാധ്യതയുണ്ട്. അല്ല, ഇതിപ്പോൾ ആരുടെ തലയിൽ വേണമെങ്കിൽ വരാവുന്നൊരു കാര്യമല്ലേ. അന്ന് അന്നൻ പിള്ളേരെ തലയിൽ വന്നില്ല, എത്ര കൊല്ലം മുമ്പുള്ളതെന്ന് അറിഞ്ഞ്. ശരി, അപ്പം ഈ സരിത ഓരോന്ന് കേട്ടോ. ഇത് നന്നായി പാടിയിട്ടാണ് നമ്മൾ കഥ പറഞ്ഞ് കാട് കയറി പോയി അറിഞ്ഞില്ല. കുറച്ച് മുളക് പൊടി കൂടി ഇട്ടുണ്ട് കേട്ടോ. ചെമ്മിൽ നമ്മൾ മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു, സ്വല്പം കൂടി ഇട്ടോ മതി. ഗരം മസാലപ്പൊടി കുറച്ചും കൂടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടെന്ന് പറഞ്ഞോണത്. ഇതിൽ ഗരം മസാലയുടെ ഒരു ഇതുണ്ടാവും, കൂടുതൽ ഉണ്ടാവും, അതാവും. മഞ്ഞൾപ്പൊടി ഇടണോ? ഒരു പൊട്ടും കൂടി ഇട്ടേ. ഇടണം തോന്നിയില്ല, അതുകൊണ്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞളെപ്പോഴും വയറ് നല്ലതാണല്ലോ. ഇനി ഇതാണ് മൂത്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 2 തക്കാളി ഇരിക്കുന്നു. 2 തക്കാളി, 2 വലിയ തക്കാളി കേട്ടാ. ഇനി കുറച്ച് ഉപ്സ് തീ കൂട്ടാം കേട്ടോ. ഉപ്പ് മതി സൂപ്പർ. ഇനി ഇത് നല്ല കുഴമ്പ് പരുവാവണം. മൂടി വയ്ക്കണല്ലോ, മൂടി എടുത്തിട്ടുണ്ടാവില്ല. അയ്യോ, മൂടി എടുത്തില്ല. ഇതേ മൂടാൻ പോകണം കേട്ടോ. മൂട് ചെറുതീയിൽ കിടന്നോട്ടെ. ഈ തക്കാളി നോടഞ്ഞ് വരണം, ഭയങ്കര തീ വേണ്ട. തീ കുറച്ച് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം എന്ന് മാത്രമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. മൂടി വയ്ക്കുമ്പോഴേ നല്ല പോലെ കുഴമ്പായിട്ട് വരുന്ന വരവ് നോക്കിയേ. കുഴമ്പായ അടിപൊളിയായിട്ട് വരുന്നത് കണ്ട. എന്ത് രസമുള്ള കൂട്ടായിട്ട് വരുന്നത് നോക്കിയേ. കണ്ട, അടിപൊളി കൂട്ടായിട്ടില്ല വരുന്നത്. ഒരു സ്വല്പം നേരം കൂടി അല്ല, ഒരു സ്വല്പം നേരം കൂടി തക്കാളിയുടെ അതൊന്ന് തോലും കൂടി ഒന്നുകൂടി ക്ഷമ എന്ന് പറഞ്ഞ സാധനം വേണമെന്ന്. ഓഹോ, നമുക്ക് വീണ്ടും ലാസ്റ്റായിട്ട് അത് കുഴമ്പ് പരുവായിട്ടുണ്ട്. ഒന്നുകൂടി ഇനി എനിക്ക് ചെറുനാരങ്ങ നീര് ഇതേ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കേട്ടോ. ഇനി മല്ലിയിലും പുതിനയില ചേർക്കാൻ പോകണം. പുതിനയില ഇടുന്നു. മല്ലിയില ഒരു പിടി കേട്ടോ. സൂപ്പർ കൂട്ടായി. ഇനി എനിക്ക് ചെമ്മീൻ ചേർക്ക്. നല്ലൊരു മണം വന്നു കേട്ടോ. നമ്മുടെ വറുത്ത് വെച്ച ചെമ്മീൻ ചേർക്കുന്നു. ഇതാണ് ഇതിലത്തെ ചതിക്കിളക്കണം. നല്ല ഭംഗിയിൽ നിറക്കി അവസാനിപ്പിച്ച പരിപാടി. അടിപൊളി കൂട്ടാനായിട്ടാ കഴിഞ്ഞു. അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അത് മൂടി വയ്ക്കുന്നു നമ്മൾ. അതന്നെ വെച്ചോ, വേണ്ട. ഇനി നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ്. ചോറ് വയ്ക്കാനായിട്ട് നമ്മൾ പാത്രം അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതിൽ പറയണതേ നെയ്യ് ഒരു 5 ടേബിൾ സ്പൂൺ പറയുന്നുണ്ട്. അത് എന്തിനാണ് ഇത്രയ്ക്കധികം നെയ്യെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നെയ്യിൻ്റെ കുത്തു കൂടുമെന്ന് എനിക്ക് പേടിയുണ്ട്. കണ്ട, ഇത്രയ്ക്ക് നെയ്യ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു സവാള അങ്ങനെ കൊത്തിയരിഞ്ഞത് കേട്ടോ ഇടണം. ഇതിലേക്ക് തന്നെ കറുവപ്പട്ട ഒരു സ്വല്പം, 2-3-4 ഏലക്കായ, പിന്നെ 4 കരയാമ്പു, ഒരു ബേ ലീഫിൻ്റെ കേട്ടോ ഇല ഇടുന്നു. ചെറിയ തീയിൽ ആക്കാം. കുറച്ച് നേരം ആവട്ടെ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് ഒരു 3-4 മിനിറ്റ് ആയിട്ട് സവാള ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇതായി. അപ്പോൾ നമുക്ക് നമ്മുടെ അരിയില്ലേ, വാലാൻ വെച്ചിട്ടുള്ള അരി 3 കപ്പ് അരി ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് നേരം നമ്മളിത് വറക്കണം. ബെസ്റ്റ് മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് മണമാണ് വരുന്നത് എൻ്റെ. അപ്പോൾ സരിതേ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമല്ലേ 4.5 കപ്പ്, 3 കപ്പ് അരിയാണ് എടുത്തുകൊണ്ടത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവരാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് വറക്കട്ടെ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നേരം ഇത് വറുത്തു കേട്ടോ. അങ്ങനെ ഇതിൽ അപ്പോൾ ഇനി സരിത ചൂടുവെള്ളം 4.5 കപ്പ് വെള്ളം, തിളച്ച വെള്ളം അത് ഒഴിക്കാൻ.
3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം. ചാമ്പോ വെട്ടി തിളയ്ക്കണം. ഉപ്പിട്. ഇത് കുറയ്ക്കാം അല്ലേ? പോരാ ഉപ്പിട്. കുറച്ചും കൂടി വരാ. നോക്കാം. തളന്നല്ലോ. അത് ഞാൻ തീ കുറച്ചതാ. ഇനിയിപ്പോൾ അതൊക്കെ ചെറിയ തീയിലാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് നോക്ക്. വലിഞ്ഞിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ചാ? അത് നെയ്യ് മാത്രം? വെളിച്ചെണ്ണ നെയ്യ് ഒഴിച്ചു. ഉപ്പ് കിട്ടിയാ? വെള്ളം കിട്ടിയാ? നീ ഒരു പൊട്ട് പോണി വേണം. അല്ല അതിപ്പോൾ ഞാനിപ്പോൾ പൊട്ട വേണ്ട അല്ലേ? പൊട്ട് സ്വല്പം പോണിട്ടുണ്ട്. തീ കുറയ്ക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ചെറിയ തീയിൽ മീഡിയം ടു ലോ മൂടി കൊണ്ടുപോവാ. ഇതൊരു റിസ്ക് പിടിച്ച പണിയാണ് ഈ സാധനം. ഈ അരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ മതി അല്ലേ? മൂടി വയ്ക്കുന്നു. ശരിക്കും ഓട്ടടയ്ക്കണം. ഒട്ടും എയർ പോകാൻ പാടില്ലല്ലോ. ഇല്ല, അതേ ദമ്മിട്ട് കഴിഞ്ഞിട്ടാണോ എയർ പോകാൻ പാടില്ലാത്തത്? അങ്ങനെയല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ചോറ് നോക്കാം കേട്ടാ. വെറുതെ ഞാൻ ഒരു സ്വല്പം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അളക്കണതിന് മുമ്പ് ഒരു പൊട്ട് അത് മേലെന്ന് എടുത്ത് ഇനി ശരി വിളക്ക്. അടിയിൽ വെള്ളം ഉണ്ടാ? അടി നനവുണ്ട്. ഞാൻ ചൂട് കളയണ്ട വെച്ചിട്ടാ. കളയണ്ട വെച്ചിട്ടാ. നല്ല മണാ അരിക്ക്. ഒരു പൊട്ട് നോക്കി സരിത ചോറ്. വേവ് കുറവുണ്ടെങ്കിലേ നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ച് വയ്ക്കാം. ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് കൊണ്ട് വേണ്ടി വരില്ല. നനവുണ്ട് ഇപ്പോഴും. വെന്തിട്ടില്ല. വെള്ളം വേണ്ടി വരും. എന്താന്നാ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ കുക്കറിലാണ് വെക്കണമെങ്കിൽ കറക്റ്റാ 3 ഗ്ലാസ്സിന് 4.5, അതായത് 1.5 ഇരട്ടി വെള്ളം. എത്ര വെള്ളം ഒഴിക്കേണ്ട? 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളമാണ്. അല്ലെങ്കിൽ ഇരട്ടി വെള്ളം വേണ്ടി വരാറുണ്ടേ. 3 കപ്പിന് 6 കപ്പ് വെള്ളം വേണം ഇങ്ങനത്തെ പാത്രത്തിൽ വയ്ക്കുമ്പോൾ. നേരത്തെ ഞാൻ 4.5 അല്ല, ഒരു 5 കപ്പിന്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു നേരത്തെ തിളപ്പിച്ചു. ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ഇരട്ടി വെള്ളം എടുത്തോട്ടാ. 1 കപ്പിന് 2 കപ്പ് വെള്ളം. ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അത്രയ്ക്ക് വെള്ളം വേണ്ടി വരാറുണ്ട്. എന്നാലേ വേവാറുള്ളൂ. നേരിയൊരു പിടുത്തുള്ളൂട്ടാ. ഏതിന്? ചോറിന് ഒരു 5-6 മിനിറ്റ് കൂടി കഴിച്ചേട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് മഴ പെയ്യോ? നല്ല മഴക്കാരായി. നല്ല മഴക്കാരായി. അപ്പോൾ നമ്മളൊരു 5-8 മിനിറ്റോളം വെച്ചു. നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു. പകരം ഇവിടെ ഒരു ദോശക്കല്ല് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ വെറുതെ സരി ഇളക്കിയേ. ചോറ് അപ്പോൾ വെന്തു. 98.6% വെന്താൽ മതി. രചനയിലേ ഇത് ഇനി നമ്മൾ അടിയിൽ ചെറുതായിട്ട് പിടിച്ചാ അടിയിൽ പിടിക്കുക. നോക്കിട്ടെ, ഇത് കുഴയുന്നില്ല കേട്ടോ. ചോറ് ഇല്ല, അടിയിൽ പിടിച്ചിട്ടൊന്നും കറക്റ്റ് വെന്ത. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 3 ഗ്ലാസ് ആണെങ്കിൽ 4.5 ഗ്ലാസ് വെള്ളം, 1.5 ഇരട്ടി വെള്ളം. ഇങ്ങനത്തെ പാത്രത്തിലാണെങ്കിൽ 3ന് ഭയങ്കര ടേസ്റ്റാ 6 ഗ്ലാസ് വെള്ളം. ഇനി അടുത്ത പരിപാടിക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ചോറില്ലേ, ഇതുപോലത്തെ പകുതി ചോറ് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഈ ചോറ്. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇങ്ങനെ പറയരുത്? അയ്യോ, അത് കട്ട് ചെയ്തോട്ടെ. ഇതിനെ വേണ്ടട്ടെ. ഉണ്ടായിക്കോട്ടെ, കളയണ്ട. പകുതി ചോറിട്ടു ഞാൻ മീതെ. ഇനി ഈ പകുതി ഈ ചോറിൻ്റെ മീതി ഉണ്ടല്ലോ, ഈ ഗരം മസാലപ്പൊടി സ്വല്പം ഗരം മസാലപ്പൊടി ഇരുന്നു ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഈ സാധനം ചൂടുണ്ടോ? നമ്മുടെ അടിപൊളി ചെമ്മീൻ്റെ ഇത് കേട്ടാ. പകുതിയല്ലേ എടുക്കണ്ടേ? ഫുള്ള് എടുക്കണ. ഒരു ചെറിയ വേണ്ടോ? വേണ്ട, ശരിയുണ്ട്. അപ്പോൾ ഒരു ഭംഗിൻ്റെ അല്ലേ ഒക്കെ ചോറൊക്കെ ആയിട്ട്. ഞാൻ പകുതി എന്നുള്ള എൻ്റെ പഴയ പകുതിയില്ല, അതിനുള്ളതില്ല ചേട്ടാ. അത് കുറച്ചല്ലേ ഉള്ളൂ. അല്ല, ഇത് കറക്റ്റാണ്. എന്നിട്ട് നിരപ്പാക്കണു. നമ്മുടെ വട്ടം കൂടുതലാണ് നമ്മുടെ ബിരിയാണി കൂട്ട് അല്ലേ? കുഴപ്പമില്ല. ഇനി മല്ലിയില പുതിനല്ലേ? ഇല്ല, ലാസ്റ്റാ. ഇനി ബാക്കിയുള്ള ചോറിടണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് മസാലപ്പൊടി, തരി, ഇതുപോലെ തന്നെ മസാലപ്പൊടി, തരി ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് മല്ലിയിലും പുതിനയിലും മിക്സ് ചെയ്തണം കേട്ടാ. അത് വെതറി കൊടുക്കും.
ഇതിൽ അണ്ടിപ്പരിപ്പും ഇതും വറുത്തിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ഇഷ്ടമുള്ളവർ അത് ഇട്ടോട്ടാ. നമ്മൾ അതേ രീതിയിൽ ചെയ്യുന്ന കാരണം കൊണ്ട് അത് ഇട്ടിട്ടില്ല. ഇത് കുറച്ച് നേരം ചൂടായി ദോശക്കല്ലിൻ്റെ മുകളിൽ വയ്ക്കണം. അത് മൂടി വയ്ക്കുക ഒരു 10-15 മിനിറ്റ് ആണല്ലോ സരിത? 15 മിനിറ്റ്. അപ്പോൾ ഇത് ഈ ഓട്ടടയ്ക്കണം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഞങ്ങൾ ഓട്ടടയ്ക്കണമെന്നില്ല. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മറ്റേ മൈദ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. ഈ ഓട്ടി മടച്ച് സെറ്റാക്കാം. ഇപ്പോൾ മൈദ കുറുക്കാനൊന്നും പോകണില്ല. അയ്യോ, മൈദ കുറുക്കലും അടക്കലൊക്കെ ചേട്ടൻ മിനിറ്റ് വെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാത്രം കഴുകാൻ പെടണ പാടില്ലേ, അതേപോലെ ആക്കി വയ്ക്കും ചേട്ടൻ. പിന്നെ സാധനം നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ അത് ചെയ്യണ്ട ശരിക്ക് അല്ലേ? മടത്തോളുണ്ട് കഴിഞ്ഞു പരിപാടി. അപ്പം ഇനി ഒരു 14 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 14 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 15 മിനിറ്റായി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാ. ഇത് നമ്മളത് ഇറക്കാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? ആയി വാ, നമുക്ക് അറിയത്തി കൊടുക്കാം. അറിയത്തിരുന്ന് കഴിക്കാം. നമ്മൾ റേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതന്നെ സരിത പറയണ ഒന്നും വേണ്ടെന്ന്. അതിൻ്റെ ആവശ്യമാണ്. സരിത പറയണമെന്നല്ല, കുക്കറില്ല, സബോള മാത്രം അരിഞ്ഞിട്ട് ഉണ്ടാക്കേണ്ടി വരും. സബോളയും തക്കാളി ഇട്ടിട്ട് വേണ്ട ആവശ്യമില്ല. എടുക്കണം കേട്ടാ. സരിതേരെ പ്ലേറ്റിൽ ഇരുന്നു. കണ്ണൂക്കാരുടെ ബിരിയാണി മതി. ചൂടുണ്ടാവും. ഞാനെടുക്കണം. വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ശരിക്കും സർലാസ് വേണ്ടതായിരുന്നല്ലേ? തൈരും മീനും വിരുദ്ധാഹാരം എന്നല്ല പറയുന്നത്. എപ്പോഴും എന്തിനൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടാക്കും മനുഷ്യല്ലേ? അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പം എന്തൊരു ചെയ്യാൻ പറ്റും? റൈസ് തന്നെ തിന്നാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല ചൂടുണ്ട്. ചെമ്മീൻ എങ്ങനെയുണ്ട് നോട്ടേട്ടാ. അതെ, വെറുതെ ചോറ് തിന്നാൻ പറ്റും. ഇത്ര നല്ല അരിയൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര കച്ചവടമായിരിക്കും. ഈ ബിരിയാണിക്കൊക്കെ ഒരു 250 രൂപ വില വരില്ലേ? കിട്ടില്ലല്ലേ? 250 രൂപയ്ക്ക് കിട്ടില്ലല്ലേ? ഞാൻ ഇതിൻ്റെ മസാല എത്രയാണ് ഇതിൻ്റെ വില പറഞ്ഞേ? 270 രൂപ. അപ്പോൾ എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇതിപ്പോൾ 4 പേർക്കല്ലേ കൊടുക്കാൻ, 5 പേർക്ക് കൊടുക്കാൻ പറ്റില്ല. 1 കിലോ കൊണ്ട് നല്ല രസമുണ്ട് ചെമ്മീൻ കഴിക്കാൻ. മുതലാവില്ല. 250 രൂപ കൊടുത്താൽ മുതലാവില്ല. ഈ ടൈപ്പ് ചെമ്മീൻ ഈ ടൈപ്പ് അരി കൊണ്ട് ഉണ്ടാക്കി ഇത് 250 രൂപയ്ക്ക് ഹോട്ടലിൽ കൊടുത്താൽ മുതലാവില്ല. ചെമ്മീൻ വെച്ചാൽ ഇത് അരിങ്ങനെ വറുത്ത കാരണം അരിങ്ങനെ ഒന്ന് തൊടാണ്ട് എടുക്കാൻ വെന്തിട്ടുണ്ട്. ഇത്ര നല്ല ബിരിയാണി അടുത്തൊന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഇത്ര സൂപ്പർ ബിരിയാണി കഴിക്കണ. ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ കുറയ്ക്കാൻ തോന്നുന്നു. കുറച്ച് പുളിയില്ലേ? അങ്ങനെ അത്ര പുളിയില്ല. ഭയങ്കര അല്ല, എന്നാലും ചെറുതായിട്ടൊരു പുളി രസം പോലെ നേരിയത്. നമ്മൾ തക്കാളി നല്ലോണം ചേർത്തുണ്ടല്ലോ. തിന്നാനായിട്ടേ നമുക്ക് ഒരു മടുപ്പൊന്നുമില്ല. പിന്നെ എന്നിട്ട് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ നെയ്യിൽ കുത്തയില്ല. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് മുകളിൽ നെയ്യ് കുറച്ച് ഒഴിക്കും. ഇത് അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഇല്ല ഉപയോഗിക്കുക. സൂപ്പർ ബിരിയാണിയാണ്. ഇപ്പം നമ്മളൊക്കെ വെച്ച് നോക്കി പിന്നെ ഇനി വല്ലപ്പോഴും വീട്ടിൽ പിള്ളേർക്ക് ബിരിയാണി വേണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. നല്ല രസമുണ്ട്. ചെമ്മീൻ കഴിക്കാൻ എന്ത് രസമല്ലേ? ചെമ്മീൻ സൂപ്പർ, എല്ലാ അടിപൊളി. നിർത്താം കലക്കാൻ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഇക്കോട് പറയാണ് അടിപൊളിയാണ് നമ്മുടെ ബിരിയാണി കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ആളുടെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും, സൂപ്പർ കുക്കാണ്. അപ്പോൾ സരിതയ്ക്ക് ഇത് കൊടുക്കുമ്പോൾ ചെമ്മീൻ ബിരിയാണി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ വൈഫ് കൊടുത്തയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെസിപ്പി ചോദിച്ചു, സ്പെഷ്യൽ വല്ല റെസിപ്പി ഉണ്ടോയെന്ന്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല അല്ലേ? അടിപൊളി.